മലക്കൂട്ടി ലോകത്തെ അത്ഭുതങ്ങളും ആ രാത്രി പുണ്യ റസൂൽ കണ്ടു. ലോകത്തെ രഹസ്യങ്ങളും ജബറൂത്തി ലോകത്തെ രഹസ്യങ്ങളും കണ്ടു. ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും കണ്ടു. ലാഹൂത്തി പള്ളി അവിടെ വേറെ ആളുമില്ല. അതാരാ ലാഹൂത്തി പള്ളി മുദരിസാരാ? ആരാ ലാഹൂത്തി പള്ളിയിലെ മുദരിസ്? അല്ലാഹു പഠിച്ചോനെ. അള്ളാഹുവിനെ തിരിയാൻ വേണ്ടി പോയി ഇറങ്ങി. പിന്നെ അദൃശ്യതയിൽ മറന്നു. പിന്നെ വസ്സാലി എവിടെയെന്ന് ആർക്കും അറിയില്ല. 10 കൊല്ലം. തിരിച്ചു വരുന്നത് AD 1106. പിന്നെ 5 കൊല്ലം ജീവിച്ചു. 1111 വഫാത്തായി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ ഹിദായത്ത് കിട്ടിയവരിൽ നിന്ന് ഈ പ്രോസസിങ് നബിയുടെ മുമ്പ് സഹസ്രാബ്ദങ്ങൾ നടന്നതുപോലെ നബിക്ക് ശേഷവും നബിയുടെ ഖുലഫായിൽ നിന്ന് ഈ പ്രോസസിങ് നടന്നുകൊണ്ടേയിരിക്കണം. ആദ്യകാലത്ത് അത് അമ്പിയാക്കൾ കൊടുത്തു. നബിക്ക് ശേഷം ആരില്ല? അമ്പിയാക്കളില്ല. അതേസമയത്ത് ഖുലഫാ ഉണ്ട്. ആരാണ് ഖലീഫ? നബീനെ വിളിച്ചു കിട്ടിയാൽ വിളിച്ചോ, കഠിനാധ്വാനം ചെയ്ത് നേടി, പിന്നെ വിളിച്ചോ അവർക്ക് കൊടുക്കാൻ കഴിയും. ഇവരിൽ ഏതെങ്കിലും ഹിദായത്ത് കിട്ടണം. മനുഷ്യന്മാർക്ക് എന്താ കിട്ടേണ്ടത്? നിസ്കാരമല്ല. എന്ത് കിട്ടണം? ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിസ്കാരത്തെ പറ്റിയ ഖുർആനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാ. പിന്നെ നിസ്കാരത്തെ കുറിച്ച് ഒരു ചർച്ച ഖുർആനിലില്ല. ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറഅയ്തല്ലദീ പറയ് മനുഷ്യന്മാരെ. ഓതി അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തഅമിൽ മിസ്കീൻ ഫവൈലുല്ലിൽ മുസല്ലി. പല നിസ്കാരക്കാർക്കും നരകമാണ്, വയിലാണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് എവിടുന്ന് തുടങ്ങിയതാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ. അവിടുന്ന് തുടങ്ങിയ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞിട്ട് അവസാനം നിസ്കാരത്തെ പറയുന്നത് മഅൂന. പിന്നെ ഒരു വാക്കുണ്ട് അടുത്ത സൂറത്തിൽ കൗസറിൽ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. തൊട്ടടുത്ത സൂറത്തിൽ താഴെ ഉണ്ട് ഫസല്ലി. അത് ഈ സാധാരണ നിസ്കാരമല്ല, അത് വലിയ നമസ്കാരം ചെറിയ നമസ്കാരം. പ്രധാനമായും വലിയ നമസ്കാരം. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കരിക്കുക, അറക്കുക. അതേതാ? ബലി. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? അത് 2 റക്അത്ത. അത് ഫർളുമല്ല. അതെന്താ? ചില ആളുകൾ ജുമഅക്കൊന്നും പോകാതെ കാര്യമായി താങ്ങി പിടിച്ച് എന്തിനു പോവും? പെരുന്നാളിന് പോവും. പെരുന്നാൾ നമസ്കാരം എന്തല്ല, ഫർളല്ല, അത് സുന്നത്താ. അങ്ങനെയാണ്. ചിലരെ പറ്റി പറയാം പെരുന്നാക്ക് വരെ പള്ളിയൊക്കെ വരൂലെന്ന്. പെരുന്നാക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെന്താണ്? പെരുന്നാക്ക് ജുമഅക്ക് പോയോ അല്ലാഹു ചോദിക്കൂല. പെരുന്നാക്ക് പള്ളിക്ക് പോയാണ് അല്ലാഹു ചോദിക്കൂല. എന്തുകൊണ്ട്? സുന്നത്തല്ലേ മോനെ. സുന്നത്തെന്ന എന്റെ അർത്ഥം യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ യാതൊരു പിടികൂടലോ ശിക്ഷയോ ഇല്ല. ആ നിസ്കാരത്തെ പറ്റിയാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പോൾ സാധാരണ നിസ്കാരത്തെ പറ്റി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പോൾ ചില നിസ്കാരക്കാർക്ക് നരക, നാശ. എന്തുകൊണ്ട്? അതിന് കൃത്യമായ മറുപടി എന്ന നസലത്ത് ഫിൽ മുനാഫിഖീൻ. ഈ ആയത്തിറങ്ങിയത് മുനാഫിഖ്. എന്താ മുനാഫിഖിന്റെ പ്രശ്നം? അവരാ നബിയെ പിൻപറ്റിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ ആളെന്ന് പറയും, ഉള്ളിൽ ആളല്ല. മനസ്സിലായില്ല? അവരെ പ്രശ്നം എന്താ? അവർ അത്ബാ മുഹമ്മദ് അല്ല, അവർ നാടകമാണ്. അവർ നടിക്കാണ് നബിയെ നിങ്ങൾ ആളുകളാണ്, മദീനയിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ അവരാരാളല്ല. പറ. ഈ പറഞ്ഞ ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്തിറങ്ങിയത് ആരെ കാര്യത്തില? നബിയെ അക്ഷരാർത്ഥത്തിൽ നബിയെ പിൻപറ്റിയില്ല. അപ്പൊ പ്രശ്നത്തിന്റെ മർമ്മം എവിടെയാ? ഇതേ ആയത്തോതിയിട്ട് ഇപ്പുറത്തേക്ക് വരി. നബിയെ പിൻപറ്റിയവർ പിൻപറ്റാത്തവര് നിസ്കരിച്ചിട്ട് കാര്യമില്ല. മുസല്ലീൻ. നബിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ കൊടുക്കാത്തവർ നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഒരാൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ പ്രധാനം ആരാണ്? മുഹമ്മദ് മുസ്തഫയാണ്. അഹ്സാബിൽ 6-ാമത്തെ ആയത്ത്. അപ്പൊ ചിലർ നിസ്കരിച്ചു, നിസ്കരിക്കാത്തോരല്ല, നിസ്കരിച്ചോരെന്നെ ഇവർ നിസ്കരിച്ചു. പക്ഷേ ഇവർ പ്രാണൻ ആരെ ഏൽപ്പിച്ചില്ല? പറ. മുഹമ്മദ് എന്ന മനുഷ്യനെ ഏൽപ്പിച്ചില്ല.
അതേ സമയത്ത് ഏൽപ്പിച്ചവരാണ് ആര്? സ്വഹാബത്ത്. അവരോ ഫർള് മാത്രം നിസ്കരിച്ചാലും മതിതാനും. ഫബിഅയ്ഹി മുഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ നിസ്കാരം കുറഞ്ഞോരെയോ കൂടിയോരെ, സദക്ക കുറഞ്ഞോരോ കൂടിയോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഫബിഅയ്ഹി മുഖ്തദൈതും, എനിക്ക് ആയുസ് സമർപ്പിച്ച് എന്നിൽ നിന്ന് വെളിച്ചം വാങ്ങിയ ഒരാള് നിങ്ങൾ എത്ര താഴെയുള്ള ആളെയാണെങ്കിലും പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിദായത്ത് ഉറപ്പ്. ഹിദായത്താണല്ലോ എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയസിന്റെ മർമ്മം. അപ്പൊ ആയസിന്റെ മർമ്മം എവിടെ കിട്ടും? മുഹമ്മദ് മുസ്തഫാക്ക് നിന്ന് നമ്മൾ വെളിച്ചം സ്വീകരിച്ചാൽ കിട്ടുന്നതാണ് ആയുസിന്റെ മർമ്മം. പറഞ്ഞത് മനസ്സിലായോ? നീ അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ വെറുതെ നേരം കളയല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ശരി, ഈ ഒരു പ്രോസസ്സിങ് ലോകാവസാനം വരെ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ഈ പ്രോസസ്സിങ് ഭൂമിക്ക് മുകളിൽ മുഹമ്മദ് മുസ്തഫ ഇല്ലാത്ത കാലത്തും നടന്നിട്ടുണ്ട്. ആദം വെളിച്ചം എവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് കിട്ടി. അത് അവിടേക്ക് ഓടിച്ചു, ഇവിടേക്ക് ഓടിച്ചു. ലൈറ്റ് അങ്ങോട്ട് ഓടിച്ചു, ലൈറ്റ് ഇങ്ങോട്ട് ഓടിച്ചു. അപ്പൊ ആദമിന് വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ആരെന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് കിട്ടി. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്താ അതിൻ്റെ അർത്ഥം? നബി നിങ്ങൾക്ക് ശേഷമുള്ളവർക്കൊക്കെ നിങ്ങൾ റഹ്മത്താണ്, നിങ്ങളെ മുമ്പുള്ളവർക്കൊന്നും നിങ്ങൾ റഹ്മത്തല്ലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവരെന്നോ പിമ്പുള്ളവരെന്നോ വ്യത്യാസമില്ല, സർവർക്കും റഹ്മത്ത് തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ ഈ ഭൂമിക്ക് മുകളിൽ ഹിദായത്ത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് കൊടുത്ത് നടന്ന വർഷം 23. ഇനി അവിടുത്തെ ബോഡി ഭൂമിക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട 40 കൂടി കൂട്ടിയാൽ മൊത്തം എത്രയാണുള്ളത്? 63. എന്നാൽ അവിടുത്തെ ഹിദായത്ത് കിട്ടി ആദം നബിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ഭൂമിക്ക് മുകളിൽ, ഈ ഭൂമിക്ക് മുകളിൽ ആരില്ല. അത് റസൂലുള്ളാഹിന്റെ ഖുലഫാക്കൾ വഴി കിട്ടി. ആദ്യത്തെ ഖലീഫ സയ്യിദുന ആദം, രണ്ടാമത്തെ സയ്യിദുന ഷീദ്, മൂന്നാമത്തെ സയ്യിദുന നൂഹ്, നാലാമത്തെ സയ്യിദുന സാം. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെ ഇനി ഇതേ ഹിദായത്ത്. അപ്പൊ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ആ ഹിദായത്ത് കിട്ടിയവരിൽ നിന്ന് ഈ പ്രോസസ്സിങ് നബിയുടെ മുമ്പ് സഹസ്രാബ്ദങ്ങൾ നടന്നതുപോലെ നബിക്ക് ശേഷവും നബിയുടെ ഖുലഫായിൽ നിന്ന് ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കണം. ആദ്യകാലത്ത് അത് അമ്പിയാക്കൾ കൊടുത്തു. നബിക്ക് ശേഷം ആരില്ല? അമ്പിയാക്കളില്ല. അതേ സമയത്ത് ഖുലഫാ ഉണ്ട്. ആരാണ് ഖലീഫ? നബീനെ വിളിച്ചു കിട്ടിയ ആളെന്നെ വിളിച്ചോ, കഠിനാധ്വാനം ചെയ്ത് നേടി, പിന്നെ ആ വിളിച്ചോ അവർക്ക് കൊടുക്കാൻ കഴിയും. ഇവരിൽ ഏതെങ്കിലും ഒരാളെ ചാരിയാൽ മതി. ഇന്നോട് മുള്ള് ഇറങ്ങലിനെ പറ്റി ഒരാൾ സംസാരിച്ചു. ഇവിടെ ഒരു മുള്ളിറങ്ങലുണ്ടല്ലോ, ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ കൊണ്ടോട്ടിക്കാരെ ഉള്ള മുള്ളൊക്കെ നിങ്ങൾ ഇറക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കി. മനസ്സിലായില്ല? ഇവിടെ ഒരു മുള്ളിറക്കണ പരിപാടി ഇല്ലേ? അപ്പൊ ഒരാൾ എന്നോട് സംസാരം മധ്യ ആരോ ഒരാൾ ഇന്ന് രാവിലെ ഇവിടുത്തെ മുള്ളിറങ്ങൽ കറാമത്താണ്. ഞാൻ കോടങ്ങാട് പഠിച്ചിരുന്ന കാലത്ത് ഒരാൾക്ക് മുള്ളു കുത്തിയിട്ട് ഇറച്ചി കഴിച്ചപ്പോ ഇവിടെ കുടുങ്ങി. അപ്പൊ ഉസ്താദ് വേഗം എന്ത് പറഞ്ഞു? കുബ്ബ പള്ളിക്ക് പോയിക്കോ, എന്നിട്ട് അവർ തങ്ങളോട് പറഞ്ഞാൽ അവിടുന്ന് ഒരു പഴം വാങ്ങി കഴിച്ചു. ഒരു 1.5-3 മണിക്കൂർ ഓട്ടോറിക്ഷയിൽ അവർ മടങ്ങിയെത്തി. മുള്ളിറങ്ങി. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയാൽ ഞാൻ ബാക്കി പറയണ്ട, തന്നെ കേസെടുക്കുമ്പോൾ ചിലപ്പോ ബിയ്യും പോകും. പറഞ്ഞ മനസ്സിലായി? അങ്ങനെയല്ല. മനസ്സിലായോ? അതിനെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഒരാൾക്ക് പഴം വിഴുങ്ങാൻ കഴിയൂല എങ്കിൽ വേറൊരാൾ ഓനോട് ചാരി എന്നിട്ട് പഴം വിഴുങ്ങിയാൽ പിന്നെ ഉണർന്നു. ഓക്കെ, നല്ല വാക്ക. മനസ്സിലായില്ല? ഒരാൾക്ക് പഴം അങ്ങോട്ട് ഇറങ്ങി കിട്ടണല്ലോ, ഒരാൾക്ക് പഴം ഇറങ്ങണില്ല. എന്നാ പിന്നെ കൊല്ലിയിൽ മുള്ള് കുടുങ്ങിയ ആളോട് ഒരാൾ എന്ത് ചെയ്താൽ മതി? ചാരിക്ക, എന്നിട്ട് ഓൻ പഴം വിഴുങ്ങിയാനും പിന്നെ ഉള്ളിറങ്ങും. അത് കറാമത്താണ്. അപ്പൊ ചാരിയാ മതി. ഇവിടെ അടിസ്ഥാനമായ ചാരൽ മുഹമ്മദ് മുസ്തഫ. ആ ചാരലിന്റെ, മനസ്സിലായില്ലേ, ലോകാവസാനം വരെ നബി എന്ന മുഹമ്മദ് മുസ്തഫയോട് ചാരിയോരുണ്ടാവണം. അവരെങ്ങനെ ചാരി തൊട്ടു? എങ്ങനെ തൊടല്? അതിന് കഷ്ടണ്ട്. ഒരു ആയുസ് മുഴുവനും AD 17-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജനിച്ച് 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ വഫാത്താവാണ് മുഹമ്മദ് ഷാ റഹിമഹുല്ലാഹ്. അല്ലാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. ആയുസിന്റെ സിംഹഭാവം കഷ്ടപ്പെടാം.
ആ ചാരൽ വെറുതെ ചാരലല്ല, ഊണും മൂറക്കമ്മൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നോറ്. ഇത് തിന്നാൻ കിട്ടാച്ചല്ല, തിന്നാൻ പറ്റൂല. അതൊക്കെ അതിൽപ്പെട്ട കഷ്ടപ്പാടുകളാണ്. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ. അത് നബിക്ക് വേണ്ടി ജീവിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു, കഷ്ടപ്പെട്ടു, ബോധം കെട്ടു വീണു, പട്ടിണി കിടന്നിട്ട്. പിന്നെ ആ മനുഷ്യൻ വയല് പറഞ്ഞാൽ നമ്മളെ വയല് പോലെയല്ല. നമ്മളെ വയല് നിങ്ങൾക്ക് കേൾക്കാനേ സുഖം ഉണ്ടാവുള്ളൂ, ഹിദായത്തെട്ടിക്കൊള്ളുന്നില്ല. അള്ളാഹ് നമുക്കൊക്കെ തരട്ടെ. അതേമറിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ വയലൊരാൾ പങ്കെടുത്താൽ ഒരു ഹിദായത്തെട്ടും. അവണ്ണം നമ്മുടെ അവരുടെ വരുന്നോറ്. അവണ്ണം നമ്മുടെ ഖോജാ റസൂലുള്ളാഹ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ വയലിനണ്ടിരുന്നാൽ ഹബീബ റസൂൽ വരും. അപ്പോഴത്തിന് ഹബീബ നബി വഫാത്തായിട്ട് 400 ചില്ലാനും കൊല്ലം കഴിഞ്ഞു. അങ്ങനെ പലർക്കും വരും. അബ്ദുൽ ഖാദർ ജീലാനി ഉദാഹരണം, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹമീദ് അൽ ഗസാലി മറ്റൊരു ഉദാഹരണം, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി മറ്റൊരു ഉദാഹരണം, അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് മുഹമ്മദ് ഷാ തങ്ങൾ. എന്തേ കഷ്ടപ്പാടാണ്, കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആത്മാവ് നബിയിലേക്ക് ചായും. ആത്മാവിന്റെ സ്രോതസ് മുഹമ്മദാണ്. സയ്യിദുന ആദം അബുൽ അജ്സാദാണ്, എന്നാൽ സയ്യിദുന മുഹമ്മദ് അബുൽ അർവാഹാണ്, റൂഹന്റാണ്. അതിന് മെറ്റീരിയൽ അള്ളാഹ് പറഞ്ഞു കൊടുത്തതല്ല. എന്തു ചോദിച്ചോളി എന്ന് പറഞ്ഞ പടച്ചോൻ പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ അറിവില്ലാത്തത് നിങ്ങൾ അറിവുള്ളവരോട് പറയും. മനുഷ്യന്മാരെ ചോദിച്ചോന്ന് ഖുർആൻ വലിയ വായിൽ പറഞ്ഞതാണ്. അള്ളാഹ് നിങ്ങൾക്ക് അറിവില്ലാത്ത അറിവുള്ളവരോട് ചോദിച്ചോട്ടാണ്. അപ്പോൾ ആളുകൾ വന്ന് ഏറ്റവും വലിയ അറിവുള്ള ആളാണല്ലോ മുത്തുനബി. മുത്തുനബിയോട് ഒന്ന് ചോദിച്ചു, നബി ഈ റൂഹ് പറഞ്ഞാൽ എന്താണ്? ആയത്ത് വയസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച് ആളുകൾ അങ്ങയോട് വന്ന് ചോദിക്കും. കുലി റൂഹു മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിൻ്റെ ആജ്ഞയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞേക്കൂ, പിന്നൊന്നും പറയണ്ട. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞ വിവരം മാത്രമേ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നതിൻ്റെ അർത്ഥം. അതായത് ഇതിനെ ഇവിടുത്തെ ഡോക്ടർക്ക് പൊളിക്കാൻ കഴിയും. നിങ്ങളെ ബോഡിയുടെ ബാപ്പയാണ് ആര്? നിങ്ങൾക്ക് പണ്ടേ മിണ്ടാൻ കഴിയാത്തവരാണോ? പറയും മനുഷ്യന്മാരെ. എന്തെന്ന് മിണ്ടിയാലേ മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരി. ഇപ്പം ഇവിടെ ആദം നബിക്ക് അള്ളാഹു സുബ്ഹാനഹു, ആദം നബി ആരാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ബോഡിയുടെ ബാപ്പ. ബോഡിയോ? ബോഡി ഇവിടുത്തെ ഡോക്ടർ പരിശോധിക്കും. റൂഹോ പരിശോധിക്കാൻ കഴിയില്ല. എന്തൊരു മെറ്റീരിയൽ അറിയണ്ടേ? ഏറ്റവും വലിയ അറിവാളനോട് പോയി ചോദിച്ചു, റൂഹ് പറഞ്ഞാൽ എന്താ? അത് റബ്ബിന്റെ ഒരു ആജ്ഞയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞേക്കൂ. ഇഞ്ഞോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി അടപ്പെട്ടു. എന്താ അടപ്പ്? 85-ാമത്തെ ആയത്ത് എടുത്തു നോക്കും. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ വിവരമേ തരാൻ ഉദ്ദേശിച്ചുള്ളൂ. റൂഹിനെ പറ്റിയുള്ള വിവരമൊന്നും നിങ്ങൾക്ക് കിട്ടൂല. അത് പരക്കെ പറയാനോട്ട് പറ്റൂല. ഓഹോ, അപ്പൊ മുഹമ്മദ് ആരാ? അബുൽ അർവാഹ്. അപ്പോൾ ആരാ ഇയാൾ? ആരാ? ആദം നബീന്ന് നിനക്ക് കിട്ടിയത് എന്താ? പറ മനുഷ്യ. മനുഷ്യൻ സമഞ്ജസമായി രണ്ടിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ജസദും റൂഹും. ഈ ജസദ് കേശവൻ ഡോക്ടർക്ക്, കേശവൻ മനസ്സിലായില്ലേ? സത്യനാഥൻ, അബ്ദുറഹ്മാൻ, തോമസ് ഇവരടുത്തൊക്കെ കൊണ്ടുവച്ചാൽ അവരവിടെ കയറും. അപകടം കിട്ടി മരിച്ചാലും കയറും, ജീവിച്ചാലും കയറും, മരിച്ചാലും കയറും. പോസ്റ്റ്മോർട്ടം ചെയ്യും, കയറും. എന്തേ കയറിയിട്ട് എന്താ കണ്ട? ആദം നബിക്കുള്ള തന്നെ അത് കയറി അവർ കണ്ടെത്തും. എന്നെ ജസദ് ഒരാൾക്ക് കയറാൻ പറ്റും, റൂഹ് ഒരാൾക്ക് കയറാൻ കഴിയില്ല. റൂഹിന്റെ ബാപ്പയാണ് മുഹമ്മദ്. അതാണ് അന്ത ഉമ്മൻ അം അബൂ. അതിൽ ബാപ്പയുണ്ട്, അതിൽ ഉമ്മയുണ്ട്, ഇനി വേറൊന്നുമില്ല. ഇപ്പോൾ മുഹമ്മദ് ഉറക്കെ പറ, മുഹമ്മദ്. അപ്പൊ ഈ പ്രോസസ്സിങ് ലോകാവസാനം വരെ നടക്കണം. അതിന് പണ്ട് അമ്പിയാക്കൾ ഉണ്ടായതുപോലെ
പിന്നീട് നമ്മൾ പറയും ഉലമാക്കൾ. അവിടെ ഞാനൊരു 2 വാക്ക് പറയാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. ഉലമാക്കൾ എന്ന് പറഞ്ഞ ഓടലെളുപ്പ, പക്ഷേ അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളാണ് അള്ളാനെ തിരിഞ്ഞോല. അമ്പിയാക്കള അനന്തരാവകാശിയും ആരെ തിരിഞ്ഞോലാണ് ആവണം. തിരിഞ്ഞിട്ടില്ല അമ്പിയാന്റെ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഞാൻ ഏതായാലും കാല് കൊയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കസേരയിൽ വന്നിരിക്കണത്. അത് പറഞ്ഞ മനസ്സിലായില്ലേ? എത്രയാ നീട്ടി പറയും, നിങ്ങളെ താലേക്കിട്ട് കയറുന്നേ ഉള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. കേൾക്ക് മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതായത് നമുക്ക് എന്താ ഞാൻ പറഞ്ഞ വിഷയം? എന്താ പറഞ്ഞ് എന്തോന്ന് പറഞ്ഞല്ലോ. അതായത് പണ്ഡിതന്മാരും ഓരോ ഒഴുക്കിന് ഓടണ്ട. എല്ലാ പണ്ഡിതന്മാരും അമ്പിയാക്കൾ അനന്തരാവകാശികൾ അല്ല. എന്തുകൊണ്ടല്ല? അമ്പിയാക്കൾ ആരെ പഠിച്ചോലാണ്? അള്ളാനെ പഠിച്ചോലാണ്. ഉളൂന് എത്ര കൊല്ലത്ത് വേണമെന്ന് പഠിച്ചതുകൊണ്ട് ഫഖീഹേ ആവുള്ളൂ. ഇപ്പറഞ്ഞിൽ പെടൂല. ഇപ്പറഞ്ഞിൽ പെടണമെങ്കിൽ അവർക്ക് ആരെ തിരിയണം? അള്ളാനെ തിരിയണം എന്നാണ്. തിരിയില്ലാന്നെങ്കിൽ തിരിയണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാനെ തിരിയാൻ ഇറങ്ങി AD 1096 ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി. അന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഗസ്സാലി. കേൾക്ക്. AD 1096 അള്ളാഹുവിനെ തിരിയാൻ വേണ്ടി പോയി ഇറങ്ങി. പിന്നെ അദൃശ്യതയിൽ മറന്നു. പിന്നെ ഗസ്സാലി എവിടെ ആർക്കും അറിയില്ല. 10 കൊല്ലം. തിരിച്ചു വരുന്നത് AD 1106. പിന്നെ 5 കൊല്ലം ജീവിച്ചു. 1111 വഫാത്തായി. AD 1058 ഗസ്സാലിയുടെ ജനനവർഷം. AD 1058. AD 1096 ബഗ്ദാദിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ് ഇമാം ഗസ്സാലി. 1000 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരു മാണിക്കക്കല്ല് ഭൂലോകത്തുണ്ടായിട്ടില്ല. അതാണ് ഗസ്സാലി. ഈ കൊല്ലം 2025 പോലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലുമെല്ലാം വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഗസ്സാലിയുടെ പഠനങ്ങളെ കുറിച്ച്. ഈ 2000 ഒക്കെ പറഞ്ഞതിന് ശേഷം എത്ര തവണയാണ് ആംഗലേയ സമൂഹം, യൂറോപ്യൻസ്, അമേരിക്കക്കാര് ഗസ്സാലിയെ ചർച്ച ചെയ്തതിന് കയ്യും കണക്കുകയില്ല. അത്രയും വലിയ പണ്ഡിതനാണ് ആര്? ഗസ്സാലി. ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടി AD 1096 ഗസ്സാലി പോവാണ്. അപ്പൊ രാജാവ് വിട്ടില്ല. ഹജ്ജിന് പോവാണ്. അപ്പൊ രാജാവ് വിട്ടു. എന്തുകൊണ്ട്? ഹജ്ജിന് പോകാൻ അറിയാൻ പറ്റില്ല. പോയി. ഹജ്ജിന് പോയില്ല. കളവ് പറഞ്ഞാണോ? അല്ല. 10ാമത്തെ കൊല്ലം ഹജ്ജ് ചെയ്തു. ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആരെ തിരിയണം? അന്തരൻ. എന്താണ് ഹജ്ജു? അൽ ഖസ്ദു. ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. ആരുദ്ദേശിക്കൽ? അള്ളാഹ് ഉദ്ദേശിക്കൽ. അതിന് അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ ഇപ്പം നെയ്യപ്പം നിന്ന് റൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയും മനുഷ്യന്മാരെ. നിങ്ങൾ റൊണാൾഡ് ട്രംപിനോട് പറയാണ് ഞാൻ കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ സന്തോഷം തോന്നും. എന്നോട് പറഞ്ഞാൽ തോന്നും. കാരണം പറയാ മനുഷ്യ എന്തുകൊണ്ട്? എന്തോ ഒരു കൗമാണ്. എന്തുകൊണ്ട്? എനിക്ക് നെയ്യപ്പം അറിയാം. ഇഷ്ടാന്നല്ല ചെയർമാനെ പറയേണ്ടത്. ഇഷ്ടാണിന്റെ മുമ്പ് അത് തിരിയണല്ലോ. ഇപ്പൊ മന്തി എന്നൊരു 25 കൊല്ലം മുമ്പ് കേരളത്തിൽ വന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ കുട്ടികൾക്ക് മന്തി അല്ലാതെ വേറൊന്നും അറിയില്ല. അറിഞ്ഞാലല്ലേ തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ വൈകുന്നേരമായ കുട്ടികൾ പറയാണ് പക്ഷേ ഇനി നമുക്ക് മന്തി. ഇതിപ്പോൾ 50 കൊല്ലത്തിന് മുമ്പുള്ള മക്കൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അറിയാതെ എങ്ങനെ ഇഷ്ടപ്പെടുക? ഒരാൾക്ക് അള്ളാനെ അറിയണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം ആരെ അറിയണം? പറയാ മനുഷ്യ, അള്ളാനെ അറിയണ്ടേ? അള്ളാനെ അറിയാൻ നടക്കണോരാണ്. അള്ളാനെ അറിയാൻ നടന്നോരും അറിയില്ലാന്നറിഞ്ഞോരുമാണ് അമ്പിയാക്കള്. അപ്പൊ ഈ ഉലമാവിന്റെ ബാധ്യത എന്താ? 3 കൊല്ലത്ത് കുല്ലത്ത് പഠിക്കാൻ പോരാ. നല്ല കാര്യമാണ്. ആ കുല്ലത്ത് പഠിച്ചുകൊണ്ടാണല്ലോ നമ്മൾ എന്തായാലും നിസ്കരിച്ച്. ഓക്കെ, ഇതിലൊന്നും പ്രശ്നമില്ല. ചെവി എത്ര തടയണം, തലയിൽ എത്ര തടയണം ഒക്കെ പറ്റും. കുട്ടികളെ ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പറഞ്ഞ വറസത്തുൽ അംബിയാവൂല. വറസത്തുൽ അംബിയ ആണെങ്കിൽ അംബിയ എടുത്ത പണിയെടുക്കണം. അംബിയ ജീവിച്ചത് ആരെ പറ്റിയ? ആരെ തെരഞ്ഞ? റബ്ബി അരിനി
അൻദുറിയിലേക്ക്. മൂസാ നബി പറയാ, ഒന്നിരിക്ക്, ഞാൻ എന്നെ പഠിച്ച് ഇപ്പൊ എനിക്കൊന്ന് കാണണം. അപ്പോ പറഞ്ഞു, ലൻ തറാനി, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മൂസാ നബി. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ പർവ്വതത്തിലേക്ക് നോക്ക്, എന്റെ ഒരു ചെറിയ പ്രകാശം ആ പർവ്വതത്തിൽ വന്നിട്ട് പർവ്വതത്തിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും എന്നെ കാണാം. فلما تجلى ربه للجبل جعله دكا وخر موسى صاعقا. അല്ലാഹുവിന്റെ നേരിയ പ്രകാശം വന്നപ്പോൾ, ആ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ മൂസാക്ക് കഴിയും. ബോധം കിട്ടും. ആരാ മൂസ? 136 തവണ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹാനാണ് സയ്യിദുനാ മൂസ. ആ ആൾക്ക് ഒറ്റവട്ടം നോക്കാൻ കഴിഞ്ഞില്ല. ആ നേരിയ പ്രകാശം. അപ്പൊ അമ്പിയാക്കൾക്കും പൂർണ്ണമായി ആരെ തിരിയില്ല? അള്ളാൻ തിരിയില്ല. പക്ഷെ അവർ അള്ളാനെ അന്വേഷിച്ച് ആയുസ് മുഴുവൻ ചെലവച്ചോല. ഇവരാണ് നബി, ഇവരെ പിൻഗാമി ആരിഫ. അപ്പൊ പോയിന്റിലെത്തി നമ്മൾ. മറ്റതൊക്കെ സ്പെഷ്യലി ഒരു പ്രത്യേക വിഷയത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്ത ആള് അത്രയേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. അപ്പം നമ്മളെ നാട്ടിൽ കാണുന്ന പൊതുവായ പണ്ഡിതന്മാരെ വറസത്തുൽ അംബിയ എന്ന് പറയാൻ പറ്റൂല. പറ്റണമെങ്കിൽ അവരെ ആയുസ് അവരെന്തിന് ചെലവാക്കണം? അള്ളാനെ കാണും, അള്ളാനെ കണ്ടെത്താൻ. കണ്ടെത്തൂലെന്ന് കണ്ടെത്തിയ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ്. عجائب عالم الملكوت وسرائر الناسوت والجبروت حينا مدرس مسجد اللاهوت كم من لدن هواه الهما صلوا عليه وسلموا تسليما. സല്ലല്ലാഹു ബൈത ആരുടെ ഉമർ ഖാദിയുടെ. മലക്കൂട്ടി ലോകത്തെ അത്ഭുതങ്ങളും ആ രാത്രി പുണ്യ റസൂൽ കണ്ടു. ലോകത്തെ രഹസ്യങ്ങളും ജബറൂത്തി ലോകത്തെ രഹസ്യങ്ങളും കണ്ടു. പിന്നെയോ അള്ളാനെ കാണാൻ പോയത് ഒരാൾ കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാനെ തിരിഞ്ഞ ഒരു അബ്ദേ ഉള്ളൂ. അതാരാ? അടുത്ത വരി എന്താ? ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും കണ്ടു. ലാഹൂത്തി പള്ളി അവിടെ വേറെ ആളുമില്ല. അതാരാ? ലാഹൂത്തി പള്ളി മുദരിസാരാ? മുഹമ്മദ് ഉള്ളി. ആരാ ലാഹൂത്തി പള്ളിയിലെ മുദരിസ്? അല്ലാഹു പഠിച്ചോനെ. കണ്ണാലെ കണ്ടു. നൂറത്തെ ചൊല്ലി വന്നപ്പോൾ 136 തവണ ഖുർആൻ പറഞ്ഞ മനുഷ്യന് ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും അവർ ആയുസ് മുഴുവൻ അള്ളാനെ അന്വേഷിച്ചത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹി നിയമങ്ങൾ പഠിച്ചവരെന്ന് അർത്ഥം വെക്കുന്നത് 100% തെറ്റായ വ്യാഖ്യാനം. അമ്പിയാവിൻ്റെ പണി അവരിതൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അവർ വെള്ളവും കുളിയും ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മർമ്മപ്പെട്ട ആയുസ് അവർ ചെലവാക്കിയത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹ്. ഇതെല്ലാം പഠിക്കും ഇവര്. ഇപ്പൊ മുഹമ്മദ് ഷാ തങ്ങളെ പറ്റി പറഞ്ഞാലും, ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനെ പറ്റി പറഞ്ഞാലും, ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ പറ്റി പറഞ്ഞാലും, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലിയെ പറഞ്ഞാലും വെറുതെ ഇരിക്കല്ലേ ഇവര്? പറഞ്ഞു എന്തിനു വെറുതെ ഇരിക്കണം? മമ്പർത്തപ്പാപ്പയെ പറ്റി പറഞ്ഞാലും, ബഹുമാനപ്പെട്ട ഷാ മുഹമ്മദ് ഷാ തങ്ങളെ പറ്റി പറഞ്ഞാലും അവരെന്ത് ചെയ്യും? അവർ ഫിഖ് എല്ലാം ആദ്യം പഠിക്കും, പിന്നെ അള്ളാഹുവിനെ അന്വേഷണം. നമുക്കാടലുള്ളോർ ഇടത്തെ നമുക്കാടലുള്ളോരേ. അവർക്ക് ശരിയത്തെല്ലാം അറിയും, പക്ഷെ അവിടെ നിൽക്കൂല. അത് തുടക്കം മാത്രമാണ്. അത് 40 പടവുള്ള കോണിയുടെ ആദ്യത്തെ പടവിൽ ചവിട്ടലാണ് എന്ത്? ശരിയാത്ത്. ഇനി എത്രയൊക്കെ അറിയണം. പിന്നെ നമ്മൾ നാടൻ മസലി പറയും. നമ്മൾ മീസാൻ ഓതാണെങ്കിൽ മോലിയർത്തി എന്നാ പറയാം.
ഇന്നലെ വരെ സ്കൂളിൽ പഠിച്ചതാ, നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഇന്നലെ വരെ സ്കൂളിൽ പഠിച്ച് അണ്ടിക്കളിയും കളിച്ച് അങ്ങനെ തെണ്ടി നടക്കുന്ന കുട്ടിയെ ഇന്ന് കൊണ്ടുവന്ന സ്കൂളിൽ ദർസിലാക്കിയാൽ ആ കുട്ടിയെ നാട്ടുകാരെന്താ വിളിക്കുക? മോലേറ്റി. അങ്ങനെ കൂട്ടിയാൽ മതി. എന്ത് അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്ന വാക്കിന്. അല്ലാതെ തലയെ കെട്ടി നടക്കണമല്ലോ മുഴുവനും വറസത്തുൽ അംബിയ അല്ല. കുറ്റമല്ല, അവരെ സ്പെഷ്യലൈസ് ചെയ്ത അതും ഇവിടെ ആവശ്യമൊക്കെ തന്നെയാണ്, കുറ്റം പറയല്ല. ഇപ്പൊ ദന്ത ഡോക്ടർ, പണ്ട് ദന്ത ഡോക്ടറും ഇല്ല അന്ധ ഡോക്ടറും ഇല്ല, ഒക്കെ അന്ധമുള്ള ഡോക്ടറുകൾ. ഇപ്പൊ ദന്ത ഡോക്ടർ വേറെ, അന്ധ ഡോക്ടർ ഒന്നിനും അന്ധല്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെയാണല്ലോ. ഒരു ഫലിതം ഉണ്ടായിരുന്നു പണ്ട്, ബോബനും മറ്റേ ഇത് ഇപ്പൊ മനോരമയിലൊരു ഫലിതം ഞാൻ വായിച്ചതാ പണ്ട്, ഒരു 25 കൊല്ലം മുമ്പ്. മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ട് ഒരാളെ പല്ലിനെ സൂചി അടിച്ചു. അപ്പൊ സൂചി അടിച്ചിട്ട് അയാൾ സൂചി അടിച്ചു, പിന്നെ അയാൾ പോയി. അപ്പൊ ഒപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡർ ചോദിച്ച് നിങ്ങളത് പറിക്കാതെ പോകണം എന്തേന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ അടിക്കുന്ന ഡോക്ടറാണ്, വലിക്കുന്ന ഡോക്ടർ ബാക്കിൽ വരുന്നുണ്ട്. ഇതൊരു ഫലിതം പറഞ്ഞതാ. അങ്ങനെയാണ് ആശുപത്രിയിലെ കഥ എന്ന് പറഞ്ഞമാതിരി. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഫിഖ് കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ നല്ലവരെന്നെ. അതും ആവശ്യം തന്നെയല്ല. പല്ലുവേദന ഉണ്ടായാൽ എന്ത് വേണ്ടി വരും? അയാൾ ഞങ്ങൾ കുറ്റൊന്നും പറയണ്ട, പക്ഷെ നിങ്ങൾ ജനറൽ ഡോക്ടറാണെന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല? തലവേദനക്കും പനിക്കും പള്ളവേദനക്കും പറയുമ്പോൾ വേദന തന്നെയാണ്. പക്ഷെ പള്ളവേദനക്ക് അയാളോട് അടുത്ത് പോയിട്ട് കാര്യമല്ല. അയാൾ ആരല്ല, ഒന്ന് പറയിഷ്ട ജനറൽ ഫിസിഷ്യൻ അല്ല. അയാൾ ആരാണ്? ദന്ത ഡോക്ടറാണ്. ഇപ്പണ്ട് കയ്യുമ്മ കുത്തുന്ന ഒരു ഡോക്ടർമാര്, മനസ്സിലായില്ല? എന്താ പറയാ, കയ്യുമ്മ അങ്ങനെ കുത്തി. മൂപ്പരോട് നിങ്ങൾ ക്യാൻസറിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പേര് മൂപ്പര് എന്ത് വിളിക്കും? ചികിത്സ ചെയ്യുന്നവരൊക്കെ ജനങ്ങൾ വൈദ്യരെന്നോ ഡോക്ടറെന്നോ വിളിക്കും. മൂപ്പർക്ക് അതൊന്നും അറിയില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ പേരിതൊക്കെ പറഞ്ഞാലും അവരൊക്കെ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ പോലും അവരൊന്നും ആരല്ല, വറസത്തുൽ അംബിയ അല്ല. ആരാ വറസത്തുൽ അംബിയ? ഇങ്ങനത്തെ മനുഷ്യന്മാർ. ഇത് ലോകാവസാനം വരെ നിലക്കണം. ഇല്ലെങ്കിൽ ഒരു ജനതക്ക് ഹിദായത്ത് കിട്ടൂല. ആദം നബിക്ക് ഹിദായത്ത് ഉണ്ടായിട്ട് എനക്കെന്താ കാര്യം? നിനക്ക് വേണമെങ്കിൽ നിന്റെ മുന്നിൽ ആള് വേണം. ജീവിച്ചവരുണ്ടായ നല്ലത്, അല്ലെങ്കിൽ മരിച്ചവരെ കണ്ടെത്തണം. ആദം നബി എവിടെ മരിച്ചിറങ്ങുന്ന എനിക്കറിയില്ല. എൻ്റെ വാപ്പാനോട് നാട്ടിലൊരു വാപ്പ കൊല്ലം റബീഉൽ അവ്വൽ മൗലിദ് നേർച്ചുണ്ടാക്കും. അപ്പൊ ഒരു വാപ്പ ചോദിച്ചു, അല്ലാജരെ പിന്നെ നിങ്ങൾ ഈ നബിൻ്റെ അത് മൗലൂദൊക്കെ അങ്ങനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ ആദം നബി അല്ലേ, നിങ്ങൾ ആദം നബിൻ്റെ മൗലൂദ് ഉണ്ടാക്കാത്തത് എന്താ? അതിൻ്റെ മൗലൂദ് നേർച്ചങ്ങൾ എന്താ ഉണ്ടാക്കാത്ത ചോദിച്ചു. അപ്പോൾ ബാപ്പ വലിയ ബളവാന. ബാപ്പ പറഞ്ഞു, ഞാൻ ഇക്കൊല്ലം ആദം നബിൻ്റെ മൗലൂദ് നേർച്ച ഉണ്ടാക്കുന്നുണ്ട്, അന്ന് നിങ്ങളാണ് വരുകൊണ്ട് പറഞ്ഞു. അപ്പം അയാൾ ഈ ബാബി ചോദിച്ചു അതെന്നാണ്? അപ്പം ബാപ്പയും ചോദിച്ചു അതെന്നാണ്? അനക്കറിയാത്ത പോലെ എനിക്കും അറിയില്ല, അറിയാമെങ്കിൽ പറഞ്ഞതുപോലെ പറഞ്ഞ മനസ്സിലായോ? ആദം നബി എവിടെ വഫാത്തായി കിടന്നാൽ എനക്കെന്താ കാര്യം? അതൊക്കെ എൻ്റെ മുന്നിൽ ഖലീഫ വേണം. അതാണത്. അതാണ് മമ്പറത്ത്, അതാണ് പുത്തമ്പള്ളി, അതാണ് ഉള്ളാളത്ത്. പറഞ്ഞ് മനസ്സിലായോ? അതാണ് പൊന്നാനി. തൊക്കയിൽപ്പെട്ടതാണ്. അള്ളാഹുവൊക്കെ ദർജയിട്ട് കൊടുക്കട്ടെ. അതന്നെ. അവർ തമ്മിൽ ഖിലാഫൊക്കെ ഉണ്ടാവും. അയ്യോ നോക്കേണ്ട ആവശ്യമില്ല. നോക്കാൻ നമ്മളാരാ? അയ്യോ നമുക്ക് വിചാരം അവർക്ക് തമ്മിൽ പല തർക്കം ഉണ്ടാവും. അതൊന്നും നോക്കാൻ ഇയാളല്ല. ഞാൻ വണ്ടൂർ കൂടെ പോകുമ്പോൾ ഈ പുതിയ അങ്ങാടി വഴി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു ഫാത്തിഹ ശംസുലമൊക്കെ ഓതും. വണ്ടൂർ പോവുകയാണെങ്കിൽ സദഖത്തുൽ ഓതും. സത്യത്തിൽ ഇവർ രണ്ടാളും എതിരാണ്. കാരണം ഈ മനസ്സിലായില്ല, ഒരാൾ മൈക്ക പാടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്, ഒരാൾ മൈക്ക ഹുതുബൊക്കെ മൈക്ക പാടില്ല പറഞ്ഞ. ഞാൻ വണ്ടൂർ വഴിക്ക് പോകുകയാണെങ്കിൽ സദഖത്തുൽ ഒരു ഫാത്തിഹ ഓതും. പുതിയ അങ്ങാടി വഴി ശംസുൽ റഹ്മത്തുള്ളാഹിക്ക് ഒരു ഫാത്തിഹ ഓതും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടും എൻ്റെ നേതാക്കളാണ്. അവർ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യം ഇല്ല. അതിന് ഞാൻ ആളുമല്ല, അതെനിക്ക് മനസ്സിലാവൂല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഈ ഖുലഫാക്കൾ ഇവിടെ നിലനിൽക്കണം. എല്ലാ കാലത്തും ഇവരെയാണ് കഹ്ഫ്